കുറച്ച് നാള് മുമ്പ് സുരേഷ്, കുറച്ച് നാളല്ല, കഴിഞ്ഞ ആഴ്ച സുരേഷ് ഗോപിയായിട്ടൊരു അഭിമുഖം നടത്തുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഇവിടുന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ഷർട്ടുകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഒന്നാമത് നടനാണ്, പിന്നെ വന്നു നിന്ന് കഴിഞ്ഞാൽ കാണാനൊരു എടുപ്പാണ്, അതിൻ്റെ ഒപ്പം എടുപ്പുള്ള വളരെ വ്യത്യസ്തമായ വസ്ത്രധാരണമാണ് എപ്പോഴും. അപ്പോൾ ഒന്ന് ചോദിച്ചു, ഈ മ്യൂറൽ ഷർട്ടുകളോട് എന്തെങ്കിലും അല്ലെങ്കിൽ അത്തരം പെയിന്റിങ്ങുള്ള ഷർട്ടുകളോട് എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വന്ന ചോദ്യമാണ് ചോദിച്ചത്. അപ്പോൾ ഈ ചോദിക്കുമ്പോൾ വളരെ ഇൻ്റലക്ച്വലായി ചോദിക്കാൻ എനിക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഷർട്ടിൻ്റെ കാര്യമൊക്കെ ചോദിച്ചത്. പിന്നെ ജീവിത രീതിയുടെയും മറ്റ് മതങ്ങളുടെ ചില പിന്നെ ചിട്ടവട്ടങ്ങളൊക്കെ അറിയുന്നതിനെക്കുറിച്ചൊക്കെ ചോദിച്ച കൂട്ടത്തിലാണ് ഈ ഷർട്ടിനെ കുറിച്ച് ചോദിച്ചത്. സ്വാഭാവികമായിട്ടും സാധാരണ ഒരാൾക്ക് അറിയേണ്ട ഒരു കാര്യം കൂടിയാണല്ലോ, ഇതെന്താണ് ഇതിൻ്റെ പ്രത്യേകത, എവിടെ നിന്ന് കിട്ടുന്നു, എങ്ങനെയൊക്കെ. ആ ചോദിച്ചപ്പോൾ പലരും അയച്ചു കൊടുക്കുന്ന ഷർട്ടുകളുണ്ടെന്ന് പറഞ്ഞ കൂട്ടത്തിലാണ് പറഞ്ഞത്, വർഷങ്ങളായിട്ട് 10-30 വർഷമായിട്ട് ആശ ചേച്ചി ആണ് കൃത്യമായിട്ട് അയക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആശ ചേച്ചി എവിടെയെന്ന് അന്വേഷിച്ച് പോയപ്പോൾ ആശ ചേച്ചി ഗുരുവായൂരുണ്ടെന്ന് പറഞ്ഞു. ഗുരുവായൂരുള്ള ആശ ചേച്ചി ഒന്ന് കാണും. കാര്യം അദ്ദേഹം പറഞ്ഞു നിർത്തി അങ്ങ് പോയി കേട്ടോ. ആശ ചേച്ചി പറഞ്ഞിട്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പോയി. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. എവിടെയാണ് ആശ ചേച്ചി, എന്താണ് ആശ ചേച്ചി, ആശ ചേച്ചി എന്തിനാണ് ഈ ഷർട്ട് അയക്കുന്നത്? അതെ, ആശ ചേച്ചി കണ്ടപ്പോഴാണ് അത് ആ സുരേഷ് ഗോപിയുടെ ഷർട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാത്രമല്ല പ്രയോജനം ചെയ്യുക, സ്ത്രീകൾക്കും പ്രയോജനം ചെയ്യും, തീർച്ചയായും കലാകാരന്മാർക്ക് പ്രയോജനം ചെയ്യുമെന്ന് മനസ്സിലായത്. അതിനും അപ്പുറം ആളാണ് ആശ. സുരേഷ് ഗോപി ഒരു സൂപ്പർ സ്റ്റാറും ആകുന്നതിന് മുമ്പ് തുടങ്ങിയ ഒരു ചേച്ചി അനിയൻ ബന്ധമാണ്. അവിടെ സുരേഷ് ഗോപി പറയാത്തൊരു കാര്യം ആശ ചേച്ചി പറയുന്നുണ്ട്. അതുകൂടി കേൾക്കാം. ചേച്ചി നമ്മൾ പറയുമ്പോൾ ആശ രാമചന്ദ്രൻ. ഓക്കെ, ഇത് എല്ലാവരും ആശ ചേച്ചി എന്ന് പറയുന്നു, സുരേഷ് ഗോപി ആശ ചേച്ചി എന്ന് പറയുന്നു. ഇപ്പം ഞാനും എന്തായാലും അത് നമുക്കൊന്ന് കാണാം. ജനം ടിവിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒരു പേര് പറയുന്നുണ്ടായി, തന്റെ വസ്ത്രങ്ങളെ കുറിച്ചും അതൊക്കെ തരാറുള്ള ആശ ചേച്ചിയെ കുറിച്ചും. മ്യൂറൽ ഷർട്ടുകളോട് പറയുമോ? ഇല്ല, എല്ലാം എനിക്ക് ആരൊക്കെയോ തന്നതാണ്, ആരാണെന്ന് പോലും ഞാൻ അന്വേഷിച്ചിട്ടില്ല. ആശ ചേച്ചി തരുന്ന ഷർട്ട് എനിക്കറിയാം. അപ്പോൾ നമ്മൾ ഇന്ന് ആശ ചേച്ചി അന്വേഷിച്ചെത്തിയിരിക്കുന്നത് ഗുരുവായൂർ മമ്മിയൂർ അമ്പലത്തിൻ്റെ അടുത്തുള്ള ആശ ചേച്ചിയുടെ വീട്ടിലാണ്. ആശ ചേച്ചിയോട് തന്നെ നമുക്ക് വിശേഷങ്ങളെല്ലാം ചോദിച്ചറിയാം. ആശ ചേച്ചി നമസ്കാരം. നമസ്കാരം. എന്താണ് സുരേഷ് ഏട്ടൻ ഇൻ്റർവ്യൂവിൽ ആശ ചേച്ചിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ എന്താ തോന്നിയത്? വളരെ സന്തോഷം. സുരേഷിനായിട്ട് 30 വർഷത്തെ ബന്ധമാണ്. സുരേഷിൻ്റെ ഷർട്ടും മുണ്ടും സുരേഷിനെ പറഞ്ഞു തരില്ല, എനിക്ക് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ സുരേഷാണ് ഡിസൈൻ പറയൽ. ഒരു സ്വന്തം ബ്രദറിൻ്റെ ഒരു സ്നേഹം, അതാണ് ഞങ്ങളുടെ ബന്ധം. എത്ര വർഷമായിട്ടുള്ളൊരു ഇതാണ് ഇപ്പോൾ സുരേഷ് ഗോപി സാറും ചേച്ചി തമ്മിലായിട്ടുള്ള? രാധിക കല്യാണം കഴിക്കണേക്കാട്ടും മുന്നേ ഉള്ള ബന്ധമാണ്. അത്ര അടുപ്പാണ് ഞങ്ങളുടെ ഫാമിലിയായിട്ട് സുരേഷ്. ഈ ചേച്ചി ഇപ്പം മ്യൂറൽ പെയിൻറ്റിങ് എന്നുള്ള ഇതിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഒത്തിരി നാളായോ? 2008 തുടങ്ങിയതാണ്. അപ്പോൾ ആശാസ്ത മ്യൂറൽ എന്നുള്ള ആ ഒരു ബ്രാൻഡിനെ ഇനോഗ്രേഷൻ, അതിൻ്റെ ആ ഗാലറിയുടെ ഇനോഗ്രേഷൻ എല്ലാം സുരേഷ് ഗോപി സാർ തന്നെയായിരുന്നു. സുരേഷാണ് ഗാലറി ഉദ്ഘാടനം ചെയ്തത്. എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു, സുരേഷിൻ്റെ ഐശ്വര്യമുള്ള കൈയാണ് സുരേഷിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ആദ്യം തുടക്കത്തിൽ മോഹൻലാലാണ് എൻ്റെ 2008 ചെയ്തത്. പിന്നെ ഞാനൊരു ഗാലറി തുടങ്ങിയപ്പോൾ സുരേഷാണ്. പാർവതി ചമയത്തിൻ്റെ കണ്ണ് ഉന്മീലനം ചെയ്തതൊക്കെ സുരേഷ് ഗോപിയാണ്. പിന്നെ എന്നെ ഹെൽപ്പ് കുറേ ധാരാളം സുരേഷ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ആദ്യം തുടക്കത്തിലൊക്കെ സുരേഷ് അമേരിക്കയിലേക്ക് എൻ്റെ സാരി കൊണ്ടുപോയി കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് അമേരിക്കയിലുണ്ട്. അപ്പം അവർ വിളിച്ച് പറഞ്ഞു കുറച്ച് സാരി വേണം ആശ ചേച്ചിന്ന്. അപ്പോൾ സുരേഷ് ഏറ്റെടുത്തതാണ്. സുരേഷിൻ്റെ ഫ്രണ്ട്സിനും കുറേ സാരികൾ കൊടുത്തു, അങ്ങനെ കൊടുത്തതാണ്. സുരേഷ് ഗോപി സാറിന് ഇഷ്ടപ്പെട്ട ഡിസൈൻ അങ്ങനെ എന്തെങ്കിലും പറയുമല്ലോ, ഡിസൈൻസ് ആവശ്യപ്പെടുന്നു? പാറമേക്കാൾ ദേവിയുടെ ചെയ്യണമെന്ന് പറയും, പിന്നെ അയ്യപ്പൻ്റെ ചെയ്യണമെന്ന് പറയും. അങ്ങനെ സുരേഷിൻ്റെ ഇഷ്ടമുള്ള ഡിസൈനൊക്കെ സുരേഷ് എന്നോട് പറഞ്ഞ് ചെയ്യലുണ്ട്. ദൈവത്തിൻ്റെ ഡിസൈനാണ് സുരേഷിന് കൂടുതൽ ഇഷ്ടം. അപ്പോൾ സുരേഷിനെ പറയും, ആശിച്ച് ഇന്ന ഡിസൈൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്. അയ്യപ്പനെ സാധാരണ ഞാൻ വരയ്ക്കാത്തതാണ്, ഞങ്ങളുടെ ടീമൊന്നും വരയ്ക്കാത്തതാണ് അയ്യപ്പനെ. അപ്പോൾ അയ്യപ്പനെ വരയ്ക്കണം എന്ന് പറഞ്ഞ് വരച്ചു കൊടുത്തു സുരേഷിന്. അപ്പോൾ ആ ഡിസൈൻ ഭയങ്കര ഇഷ്ടമായി സുരേഷിന്, അയ്യപ്പൻ്റെ.
സുരേഷ് ഗോപി സാറിന് ഒത്തിരി ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഇപ്പോൾ ഒരു വർക്ക് കണ്ടിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒത്തിരി നല്ല അഭിപ്രായങ്ങൾ കിട്ടി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡിസൈൻ ഓർത്ത് വെക്കുന്ന ഏതെങ്കിലും ഒരു ഡിസൈൻ ഉണ്ടോ? കൃഷ്ണൻ്റെ ചെയ്തപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അയ്യപ്പനെ, പാറമേക്കാവ് ദേവിയുടെ ഇതൊക്കെ സുരേഷിന് ഇഷ്ടമായിട്ടുള്ളത് ഡിസൈൻ തന്നെ. പിന്നെ മുണ്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ ഉടുത്താലും അത്ര ഭംഗിയാണ്. സുരേഷിൻ്റെ മുണ്ടാണ് ഏറ്റവും ഭംഗി, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. അതിൽ താമര, വെണ്ണക്കുടം, ആലില, ഓടക്കുഴൽ, അങ്ങനെ കുറേ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നമ്മൾ തന്നെ. എത്ര പേരെ വെച്ച് തുടങ്ങിയിട്ടുള്ള ഒരു ഇതാണ് ഇപ്പം അത് ഇവിടെ ഇന്ന് ഇപ്പം ഇത്രയും ഒത്തിരി സെലിബ്രിറ്റീസിൻ്റെ അടുത്ത് കയറ്റി നിൽക്കുന്നു. അപ്പോൾ എന്താണ് തോന്നുന്നത്? തുടക്കത്തിൽ ഞാൻ ഒറ്റയ്ക്കായ സമയത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ ദൂരെ സ്ഥലത്ത് പഠിക്കാൻ പോയി, എൻ്റെ ഹസ്ബൻഡ് ദൂരെ ഒരു ഹോസ്പിറ്റലായി. അപ്പോൾ എനിക്ക് ധാരാളം ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ചെയ്യണം വിചാരിച്ചിട്ട് ഞാനിവിടെ മ്യൂറലിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഗുരുവായൂർ. അവിടെ മാഷയായിട്ട് നളിൻ ബാബു മാഷയായിട്ട് നല്ല ബന്ധം. അപ്പം ഞാനും ബാബുവും കൂടിയിട്ട് ഡിസ്കസ് ചെയ്ത ഒരു സാരിയുടെ 2008 ഒരു സാരി ചെയ്തത് ഈ സാരിയാണത്. അപ്പോൾ വീരാളിപ്പട്ടാണ് ഈ ഡിസൈൻ. അപ്പോൾ അതെനിക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എന്തെങ്കിലും ചെയ്യണം വിചാരിച്ച് നമ്മൾ തുടങ്ങുമ്പോൾ കുറച്ച് നന്നായിട്ട് യുണീക്ക് പീസ് വേണ്ടേ. അപ്പോൾ കുറച്ച് വെച്ച് കഴിഞ്ഞിട്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മോഹൻലാലിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യണമെന്ന്. അങ്ങനെ ഒത്തു വന്നപ്പോൾ മോഹൻലാലിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. സുരേഷ് ഗോപി പോലെ മറ്റ് വേറെ ആരൊക്കെയാണ് ഇതിവിടെ ചേച്ചിയുടെ അടുത്തുനിന്ന് സ്ഥിരമായിട്ട് വാങ്ങിക്കാറുള്ളതും? കെ എസ് ചിത്ര കുറേ മിക്ക ഷോനും കെ എസ് ചിത്ര എൻ്റെ നിന്ന് വാങ്ങിക്കലുണ്ട്. പിന്നെ ചിത്ര ഈ ഫ്ലാറ്റിൻ്റെ മേലെ തന്നെ താമസിക്കുന്നത്. അപ്പോൾ വന്ന ചിത്ര നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് മേടിക്കലുണ്ട്. പിന്നെ അനുഷ്ക ഷെട്ടി, ജയറാം, അശ്വതി, പിന്നെ ചിപ്പി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ സംയുക്ത വർമ്മയുടെ ഓണം വിഷുവിന് മുണ്ടും വേഷ്ടിയും എൻ്റെ നിന്ന് അവൾ വാങ്ങിക്കില്ല. ഞാനും സംയുക്തയും കൂടിയിട്ട് അത്ര അടുപ്പാണ്. പിന്നെ MG സുമാറിൻ്റെ ഭാര്യ ആനി മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആനി, അങ്ങനെ കുറച്ച് സെലിബ്രിറ്റീസ് വാങ്ങിച്ചിരുന്നു. പിന്നെ ഏറ്റവും എനിക്ക് അനുഷ്ക ഷെട്ടി വന്നിട്ട് ഗാലറി വിസിറ്റ് ചെയ്തതാണ് എനിക്കത് ഭയങ്കര ഒരു സന്തോഷം തോന്നി. ബാഹുബലി കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. അവർ വന്നു കഴിഞ്ഞിട്ട് അത് അന്വേഷിച്ചിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഫോട്ടോസ് അവർ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അന്വേഷിച്ചിട്ട് ബാംഗ്ലൂരിൽ നിന്നും വേറെ ഹൈദരാബാദിൽ നിന്നൊക്കെ വന്നിരുന്നു. സുരേഷ് ഗോപി സാറിൻ്റെ വൈഫ് രാധിക ആയിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? രാധിക എൻ്റെ സ്വന്തം അനിയത്തിമാരി തന്നെയാണ്. കുട്ടികൾ അതെ, ആശവല്യമ്മ എന്നിട്ട് ഭയങ്കര സ്നേഹം കുട്ടികൾ. അവർ 4 പേരും അതെ. അവർ വന്നാൽ എൻ്റെ അടുത്താണ് നിൽക്കലും. അങ്ങനെ ഒരു ഫാമിലി ആയിട്ടുള്ള ബന്ധമാണ് നമ്മൾ. പിന്നെ സുരേഷിൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവും കൂടിയാണ് സുരേഷ്. ഇപ്പോൾ രാധിക ചേച്ചിക്ക് വേണ്ടി അല്ലാതെ സാരീസൊക്കെ സെലക്ട് ചെയ്യാറുണ്ടോ? അതെങ്ങനെയാണ്? സുരേഷ് വന്ന് രാധികയ്ക്ക് മുന്നൊക്കെ സുരേഷിന് നേരം ഉണ്ടായിരുന്നു. അപ്പൊക്കെ വന്നിട്ട് സാരി സെലക്ട് ചെയ്യലുണ്ട്. ഇപ്പോൾ രാധിക തന്നെ വന്നിട്ട് സെലക്ട് ചെയ്യല ചെയ്യും. സുരേഷിൻ്റെ വളർച്ചയാണ് നമ്മൾക്ക് ആഗ്രഹം. സുരേഷിൻ്റെ എല്ലാം കണ്ടിട്ടുള്ള ആൾക്കാരാണ് നമ്മളെ ഫാമിലി. അപ്പോൾ ഓരോ കൊല്ലം ഓരോ വളർച്ച കാണുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നതും സുരേഷിന് ആയുസ്സും ആരോഗ്യം ഇട്ട് കൊടുക്കണമെന്ന് നമ്മളെ പ്രാർത്ഥന. ഇപ്പം മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ തുടക്കത്തിലുള്ള എല്ലാവരും ഒരു ട്രഡീഷണൽ രീതി മാത്രം പരീക്ഷിച്ചിരുന്ന ഒരു ഇതാണ് മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഇത്. അതിൽ നിന്ന് ഇപ്പോൾ ഏത് തരത്തിലേക്കാണ് ഇപ്പോൾ ഈ എത്തി നിൽക്കുന്നത്? അതിനെക്കുറിച്ചൊന്ന്. തുടക്കം രാധാകൃഷ്ണനല്ലേ. എപ്പോഴും മ്യൂറൽ പെയിൻറ്റിങ്സ് എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ, രാധ, ഗോപികമാരാണ് കൂടുതലുണ്ടാവുക ദൈവത്തിൻ്റെ. പിന്നെ അത് മയില് വരച്ചു നോക്കി. മയില് ഭയങ്കര പോപ്പുലറായി. പിന്നെ കഥകളി, അങ്ങനെ വീരാളിപ്പട്ട്, അങ്ങനെ പല ഡിസൈൻ. പിന്നെ ക്രിസ്മസിന് സംബന്ധമായിട്ടുള്ള ഡിസൈൻ. പിന്നെ പൂരം, തൃശ്ശൂർ പൂരം. തൃശ്ശൂരിൽ നിന്ന് ഒരു ക്രിസ്ത്യൻ ഫാമിലി വന്നിട്ട് ആശിച്ച് എനിക്ക് തൃശ്ശൂർ പൂരം വരച്ചു തരണമെന്നാണ്. അതാണ് തൃശ്ശൂർ പൂരം തുടങ്ങിയത്. തൃശ്ശൂർ പൂരം കെ എസ് ചിത്രയൊക്കെ എടുത്തിട്ടുണ്ട് ആ സാരി. അത് വളരെ പോപ്പുലറായിട്ടുള്ള ഒരു സാരിയാണ് തൃശ്ശൂർ പൂരം. കേന്ദ്രമന്ത്രി ആയതിനു ശേഷം ഇവിടെ വന്നപ്പോൾ എന്താണ് തോന്നിയത്? വളരെ സന്തോഷം തോന്നി. സ്വന്തം അനിയൻ ജയിച്ചിട്ട് വന്ന് നമ്മളെ കാണുമ്പോഴുള്ള ആ സന്തോഷമല്ലേ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത്ര സന്തോഷമായി. പിന്നെ നാടിന് നല്ല ഇത് ചെയ്യണ ഒരാൾ, ഇത്രയും പാവപ്പെട്ടവരെ സഹായിക്കണ ഒരാൾ ജയിക്കുക എന്ന് പറയുമ്പോൾ ഇനിയും സുരേഷ് നല്ല കാര്യങ്ങൾ ചെയ്യുമല്ലോ. ആ ഒരു സന്തോഷം എനിക്ക് തോന്നി. അപ്പോൾ ഇനിയിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടിപ്പോൾ സുരേഷ് ഗോപി സാറിന് ചെയ്തു കൊടുത്തിട്ടുള്ള ഡിസൈൻ ഏതാണ്? ഇനി നമ്മൾ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതാണോ അതോ ചെയ്ത് കഴിഞ്ഞോ? എങ്ങനെയാണ് അതിൻ്റെത്? ഞാൻ പിറന്നാളിന് ഓൾറെഡി
ചെയ്ത് വെച്ചത് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കഴിഞ്ഞു. ഇനി നാളെ ചോദ്യം വരുന്നുണ്ടല്ലോ, അതിന് ഇടാൻ പറഞ്ഞിട്ട് ഞാനൊരു മുണ്ട് കൊടുത്തിട്ടുണ്ട്. പാർലമെൻറ്റൊക്കെ ഉണ്ടെങ്കിൽ മുണ്ട് ഇടുകയെന്ന് എനിക്കറിയില്ല, കൊടുത്തിട്ടുണ്ട് ഞാൻ. അതിന്റെ ഡിസൈൻ എങ്ങനെയാണ് അത് പറയില്ല, അത് സർപ്രൈസാണ് കേട്ടോ. മൂപ്പർക്ക് ഇഷ്ടമുള്ള തന്നെയാണ്. എന്തായാലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത് എനിക്ക് ഒത്തിരി പേര് ഡ്രസ്സ് അയച്ചു തരാറുണ്ടെങ്കിലും അതിൽ തനിക്കറിയാവുന്ന ഒരാൾ ആശ ചേച്ചി ആണ് എന്ന് പറഞ്ഞ ആശ ചേച്ചിയുടെ കൂടെയുള്ള വിശേഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ അറിഞ്ഞത്. എന്തായാലും ആശ ചേച്ചിക്ക് ഇനിയും ഒരുപാട് ഇതുപോലെ ഡിസൈൻസിലുള്ള പല രീതിയിലുള്ള വർക്ക് ചെയ്തു കൊടുക്കാൻ ആശ ചേച്ചിക്ക് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. താങ്ക് യു ആശ ചേച്ചി. താങ്ക് യു.